കഴിഞ്ഞ ദിവസം ദിലീപേട്ടന്റെ ഒരു പരിപാടിക്ക് അലിൻ ജോസ് പെരേരനെ ഓടിച്ചിട്ട് തല്ലുന്ന വീഡിയോ ഇപ്പോൾ വൈറലായിട്ടുണ്ട്. അത് എന്താണ് സംഭവം? നല്ല നല്ല അനുഭവങ്ങളാണ്. എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് ഡയറക്ടേഴ്സ് എന്നെ കണ്ട് സംസാരിച്ചു, ചാൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തതാണ്. അപ്പൊ അതൊക്കെ കണ്ട് പലർക്കും അസൂയെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് മാന്യമായിട്ട് പുറത്തിറങ്ങിയപ്പോ മറ്റേ കൊച്ചിക്കാരൻ അങ്ങനെയല്ല, കൊച്ചി മച്ചാൻ എന്നൊക്കെ പറഞ്ഞ് വയറായി നിൽക്കുന്ന ഒരാള് എന്നെ പറ്റി കുത്തിക്കൊല്ലോ എന്നൊക്കെ പറഞ്ഞ് വധഭീഷണി മുഴക്കിയാണ്. കാരണം എനിക്ക് ഗണ്ണ് വേണമെന്ന് ഞാൻ പറഞ്ഞു. ഗണ്ണിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് സംഭവം എന്താന്ന് വെച്ചാൽ ദിലീപന്റെ പ്രിൻസ് എന്ന് പറഞ്ഞ പരിപാടിക്ക് ഇവന്മാര് പരിപാടിക്ക് അഭിലാഷും ഇവനും കൂടിയാണ് കയറിയത്. അല്ല, ഞാൻ പോയി ഈ പരിപാടിക്ക് വന്നത് ഇവര് രണ്ടുപേരും കൂടിയാണ് പരിപാടിക്ക് പോയത്. ഞാൻ അപ്പൊ ഉണ്ടായില്ല. ഞാൻ ഓട്ടോറിക്ഷ യൂണിഫോമിലായതുകൊണ്ട് ആ ഫംഗ്ഷന് ഞാൻ കയറിയില്ല. പറയുമ്പോ പൊട്ടത്തരം പറയില്ല, മിണ്ടാണ്ടി. ആ പറയുമ്പോ അതിന്റെ ഇടയ്ക്ക് തൊലിക്കല്ലേ. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് നമ്മൾ സീരിയസ് ആണ്. ഈ മണ്ടത്തരം കാണിക്കുന്ന പരിപാടിയല്ലേ. പിന്നെ ഈ മണ്ടത്തരം പറയുന്നത് അത് പറയട്ടെ. യൂണിഫോം ഇട്ട് കാവ്യം കൊണ്ട് എടുത്തിട്ട് അതേപോലത്തെ ഒരു ഫംഗ്ഷനിൽ ഞാൻ കയറാനിട്ടാണ്. കാരണം അത് വലിയ വലിയ ഒരു പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളൊരു കാവ്യമുണ്ടും കാക്കി ഷർട്ടും ഇട്ടിട്ട് കയറണ്ടല്ലോ എന്ന് ചോദിച്ചു ഇവൻ എനിക്ക് മെസ്സേജ് അടിച്ച് 10 മണിയാകുമ്പോൾ വന്നാൽ മതി എന്നും പറയും. ശരിയല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവൻ അവിടെ പരിപാടിക്ക് ആക്കിയിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോയി. എല്ലാം കഴിഞ്ഞ് പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു 10:30 മണിയായപ്പോൾ ഞാനവിടെ എത്തുമ്പോൾ എന്നോട് അഭിലാഷ് പറഞ്ഞത്, എടാ ചെറിയൊരു ഫ്രാങ്ക് പോലെ നമുക്ക് ചെയ്യാം കൊച്ചി മച്ചാൻ വെച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ കാര്യം. അപ്പൊ ഇവ ഈ കൊച്ചി മച്ചാൻ വന്നിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇല്ലില്ല ആ മീഡിയക്കാരുണ്ടായി അഭിലാഷ് പറയുമ്പോ. അപ്പൊ ചെറിയൊരു ഇതുപോലെ തമാശ പോലെ കാണിക്കാന്ന് എനിക്ക് അതിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞു. ആ തമാശ കളിക്കണ്ട കാര്യം എന്താ, ആ തമാശ കളിക്കാൻ നിൽക്കണ്ട കാര്യം അവന് ഇഷ്ടമല്ല അവനെ. അതുകൊണ്ട് ആ തമാശക്ക് ഈ സീനിന് മുമ്പ് നിന്നെ എന്താ സംഭവിച്ചത്? അഭിലാഷ് നിന്നോട് വർത്തമാനം പറഞ്ഞില്ല, ഈ ജോസ് പെരേര ചെയ്ത് ശരിയായില്ലെന്നൊരു സാധനം പറഞ്ഞില്ല. അത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവനെ ഇൻസൾട്ട് ചെയ്തെന്ന് പറയും. ഇവനൊരു പെൺകുട്ടിയായിട്ട് വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുമ്പോ പുള്ളി വന്നിട്ട് വിളിക്കുക. ബിരിയാണി കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇവനൊരു പെൺകുട്ടിയായിട്ട് വർത്തമാനം പറഞ്ഞാണ് പുള്ളി എന്നോട് പറഞ്ഞത്. അപ്പൊ ആ പെൺകുട്ടിയായിട്ട് വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് അഭിലാഷ് വന്നിട്ട് പറഞ്ഞു, എടാ മതി സംസാരിച്ചത്, നമുക്ക് മാറി നിൽക്കാന്ന് എന്തോ പറഞ്ഞു. അപ്പൊ ഇവൻ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞപ്പോ അഭിലാഷിന്റെ മുഖത്തേക്ക് ഇവന്റെ വായിലെ ബിരിയാണി അഭിലാഷിന്റെ മുഖത്തേക്ക് തെറിച്ച്. അതിന്റെ പണിയായിട്ടാണ് നമ്മൾ തിരിച്ചു കിട്ടിയേക്കണെന്ന് തോന്നുന്നു. നീ ഏതായാലും ഒരു പണി പണിത് അത് തിരിച്ചു കിട്ടി. പക്ഷെ അത് ഒരാളുടെ ഗെറ്റ് ഔട്ട് എന്ന് പറയുമ്പോ നിന്റെ ചതച്ചരച്ചത് അഭിലാഷിന്റെ മുഖത്താണ് വന്നത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആൾക്കാർ അടുത്ത ഒരാള് മമ്മൂട്ടി ഫാനാന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് എന്റെ അടുത്തേക്ക് ചോദിക്കാൻ വന്നു, മമ്മൂട്ടി ഫാൻസാന്ന് പറഞ്ഞിട്ട് സെൽഫി എടുക്കണമെന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ സമ്മതിച്ചില്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആരാണെങ്കിലും ഞാൻ മൈൻഡ് ചെയ്യില്ല. ഇപ്പൊ ദിലീപേട്ടൻ മറ്റേ അടുത്തേക്ക് വന്നാൽ പോലും പെട്ടെന്ന് എനിക്ക് അത് നോക്കാൻ പറ്റിയെന്ന് ചോദിച്ചു. കാരണം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഒരു രുചിയിൽ നിൽക്കും, മനസ്സിലായോ? രുചിയില് അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അവിടെ നടന്നത്. അപ്പൊ ഈ പരിപാടി കഴിയുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. ചിലപ്പോ എന്നോട് പറഞ്ഞത് നീ പിന്നെ പറയുന്നുണ്ട്, പിന്നെ നീ ഒരു കാര്യം വീഡിയോ ഇറങ്ങിയല്ല. അപ്പൊ അതില് നീ മറ്റേ കൊച്ചിക്കാരന്റെ കൈ പിടിക്കുന്നുണ്ട്, കൊച്ചി മച്ചാൻ കൈ പിടിക്കുമ്പോ തട്ടി മാറ്റിയിട്ട് ഓടി വരുന്നുണ്ട്. അപ്പൊ നിനക്ക് എന്താ പിടിച്ചു മാറ്റാൻ പറയുന്നത് പുള്ളി? അതാണ് നിന്നോട് ഞാൻ പറഞ്ഞത്. ഇത് ചെയ്യാൻ മുമ്പ് ഇവര് രണ്ടുപേരും കൂടി അവിടെ നിന്നിട്ട് ഇങ്ങനെ ഈ അഭിലാഷ് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ നമുക്ക് ചെറുതായിട്ടൊന്ന് അവനെ പറ്റിക്കാം. അപ്പൊ ഈ കൊച്ചി മച്ചാൻ പറഞ്ഞു, ചേട്ടാ ഞാനൊരു അവനോട് പറയട്ടോ. ആ കൊച്ചി മച്ചാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞടാ അവൻ നീ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, അവനോട് സോറി പറഞ്ഞേക്കെന്ന് പറഞ്ഞു. അങ്ങനെ സോറി പറയാൻ നിന്റെ അടുത്തേക്ക് വരുമ്പോ നീ മീശ വിരിച്ചിട്ട് എന്താടാ വാടാ. അപ്പൊ ഞാനുണ്ടാ ചോദിച്ചു. അപ്പൊ ഞാനുണ്ടാ പിന്നെ ക്ലിയർ ചെയ്ത് ഞാനിപ്പോ എള്ളപ്പുള്ള കാര്യങ്ങളാണ് ക്ലിയർ ചെയ്ത് തരുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ നിന്നെ വെച്ചിട്ട് കുറെ പേര് ഞാൻ എന്തുകൊണ്ട് ചെയ്തില്ലെന്നൊക്കെ ചോദിച്ചു. ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഇതേപോലത്തെ പരിപാടിക്കൊന്നും നിൽക്കൊന്നുമില്ല. മനസ്സിലായി? നിനക്ക് വേണ്ടി ഇടിയാർത്തി കൊണ്ടിട്ടുണ്ട് ഫോറം മാളിൽ വെച്ചില്ലെന്ന് പറയാൻ പറ്റുമോ? ഇവന് വേണ്ടിട്ട് 10-15 പിള്ളേർ ഇടിയാൻ കൊണ്ടിട്ടുണ്ട്. അതൊന്നും ആരും പുറത്തു വിട്ടിട്ടില്ല. അപ്പൊ എല്ലായിടത്തും പോയി ഇടി കൊള്ളേണ്ട ആരോഗ്യമൊന്നും എനിക്കില്ല. എന്റെ അച്ഛനും അമ്മയും അതിന് വേണ്ടിട്ട് ഉണ്ടാക്കിയല്ല എന്നെ. നമ്മൾ ഇവൻ കാണിക്കുന്ന എല്ലാ കാര്യത്തിലും ഞാൻ നിൽക്കുമെന്ന് വിചാരിക്കണ്ട. കാരണം എനിക്ക് എന്റെ ഒരു സൂമിങ് എന്ന് വെച്ചാൽ സിനിമയിൽ കയറണമെന്നാണ്. അതായത് കൂടുതൽ കോമാളിത്തരം കാണിച്ച് നിൽക്കണമെന്നല്ല. അപ്പൊ എനിക്കും കുറെ പരിധികളുണ്ട്. അവിടെ ചുറ്റിനും ക്യാമറ ഉള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതലും അതിനകത്ത് ഇടപെടാൻ. കാരണം അവിടെ ഒരു സിനിമാക്കാരുടെ ഫംഗ്ഷൻ നടക്കാം. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ സിനിമയിൽ കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ ഇതേപോലത്തെ പരിപാടിക്കൊക്കെ കയറി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നാളെ ഒരു സിനിമ കിട്ടൂല. പറഞ്ഞ ശരിയാണ്. ഞാൻ പറയട്ടെ,
ഇവൻ പറയുന്ന പോലെ തന്നെ ഞാൻ എല്ലാ മേഖലയായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. നിനക്ക് വേണ്ടി ആ തല്ലു കൊണ്ടുവന്നില്ലേ? അല്ല, അത് കൊണ്ടുവരണ്ട. കൊണ്ടുവരുന്നുണ്ട്, അതിലേക്ക് വരാം. ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, സിനിമ ചെയ്യുന്നുണ്ട്, സീരിയൽ ചെയ്യുന്നുണ്ട്, വെബ് സീരീസ് ചെയ്യുന്നുണ്ട്, ആഡ് ഫിലിംസ് ചെയ്യുന്നുണ്ട്, മറ്റേ ഓൺലൈനിൽ. അപ്പൊ ഒരുപാട് മേഖലയായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഇതുപോലത്തെ വെല്ലുവിളികൾ നമ്മൾ നേരിടേണ്ടി വരും. ഇത് കണ്ടില്ലേ, ഈ സ്ക്രാച്ച് കണ്ട ഇവിടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ഇവന്റെ ഓട്ടോറിക്ഷയിൽ കയറാൻ പോയില്ലേ, നേരെ കയറാൻ പോയപ്പോ അവരിങ്ങോട്ട് വന്നു അടുത്തേക്ക്. അപ്പൊ അപ്പുറത്തൂടെ ഞാൻ പോയിട്ട് സാഹസിക രീതിയിൽ ചാടിക്കേറി. അത് ഒരു മീഡിയക്കാരും അത് എടുക്കാൻ വേണ്ടിയല്ല, പക്ഷെ അത് നല്ല കാര്യങ്ങൾ ആരും എടുക്കൂല. കാരണം ലാലേട്ടൻ മറ്റേ തുടരുന്ന സിനിമയിൽ എടുത്തിയാളുന്ന പോലെയാണ് ഞാൻ ആ ഓട്ടോയിലേക്ക് കയറേണ്ടി വന്നത്. കാരണം അത്രക്ക് ഒരു നമുക്കിതൊരു ഭീകരാന്തരീക്ഷമായിരുന്നു. നമുക്ക് ഇതൊരു സ്ക്രിപ്റ്റഡ് അല്ല, നമ്മൾ ഇന്റർവ്യൂ സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത്. കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് സംഭവം ശരിയാണ്, പക്ഷെ ഇത് കൂടെ നിന്നിട്ട് ശരിക്കും കാല് വരുന്ന പരിപാടിയാണ് ഇവന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഈ അഭിലാഷ് ആട്ടത്തിന് ഞാൻ 500 രൂപ കൊടുത്താണ്, പിന്നെ 200 വണ്ടിക്കാശ് കൊടുത്തിട്ടാണ് പുള്ളി വന്നത്. പക്ഷെ എന്നിട്ട് ഈ നമ്മൾക്ക് പണി വെച്ചത് ശരിയായില്ല.